ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതമാണ്. നേഴ്സ് നമ്മുടെ വിജയലക്ഷ്മിനെ വിളിച്ച് പറയുന്നുണ്ട്. അവരോട് ഒന്ന് ഭയങ്കര പ്രശ്നമൊക്കെ ഉണ്ടാക്കിയിട്ട് വിജയലക്ഷ്മി മാഡത്തിൻ്റെ കൂടെ പോയി എന്നൊക്കെ മനസ്സിലായെന്ന് പറയുമ്പോൾ വിജയലക്ഷ്മി പറയുന്നുണ്ട് ശരി താങ്ക് യു എന്നൊക്കെ പറഞ്ഞിട്ട് ഫോൺ വെക്കുക കേട്ടോ. അതിനുശേഷം ഗീതുവിനോട് പറയുന്നുണ്ട് അവർ കണ്ടുപിടിച്ചു നീ എൻ്റെ കൂടെയാണ് വന്നതെന്നുള്ള കാര്യം എന്ന് പറയുവാണ്. ഗീതു ആകെ നെട്ടുവാണ്. അതിനുശേഷം വിജയലക്ഷ്മി പറയുന്നുണ്ട് എന്തായാലും നീ എൻ്റെ കൂടെ നിന്നിട്ട് എന്താ നിൻ്റെ തീരുമാനം എന്ന് ചെയ്യാൻ പോകണമെന്നൊക്കെ പറയുമ്പോഴേക്കും ഗീതു പറയുന്നുണ്ട് എനിക്ക് എങ്ങനെയെങ്കിലും IAS എന്ന ആ സ്വപ്നം സാക്ഷാത്കരിക്കണം എന്ന് പറയുമ്പോൾ നമ്മുടെ വിജയലക്ഷ്മി പറയുന്നുണ്ട് അതിനെ നിങ്ങളുടെ മറ്റേ എഗ്രിമെൻറ്റ് മാരേജിൽ നിന്ന് കിട്ടിയ ആ ഒരു മത്സരത്തിൽ നിന്ന് പങ്കെടുത്ത് നിങ്ങൾക്ക് 1 കോടി രൂപ കിട്ടില്ല. ആ പണം ഗോവിന്ദൻ്റെ അടുത്ത് നീ ചോദിച്ചാൽ പോരെ, ആ പണം നിനക്ക് കിട്ടുമല്ലോ എന്ന് പറയുമ്പോൾ എഗ്രിമെൻറ്റ് മാരേജിൻ്റെ കാര്യമൊക്കെ മാഡത്തിന് എങ്ങനെ അറിയാം എന്ന് ഗീതു ചോദിക്കുമ്പോൾ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും എനിക്കറിയാം, നീ എങ്ങനെ ഗോവിന്ദൻ്റെ ലൈഫിലേക്ക് വന്നത് എന്ന രീതിയിൽ ചോദിക്കുമ്പോഴേക്കും ഇത് പറയുന്നുണ്ട് നമ്മൾ കേരളത്തിൽ നിന്ന് പുറത്തായിരുന്നു, അവിടെ ഒരു ആളായിട്ട് പ്രശ്നമുണ്ടായി, പ്രശ്നപ്പോൾ തലതട്ടി പലിശക്കാരൻ്റെ പ്രശ്നമുണ്ടായപ്പോൾ തലതട്ടി പൊട്ടിച്ചു, അങ്ങനെ അവിടെ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണ് ഇങ്ങോട്ടേക്ക് വന്നതെന്ന് പറയുമ്പോൾ വിജയലക്ഷ്മി പറയുന്നുണ്ട് അപ്പോൾ നീ ചില്ലറക്കാരി അല്ലല്ലോ എന്നിങ്ങനെ പറയുക കേട്ടോ. അതിനുശേഷം ഞാൻ എൻ്റെ അനിയനെ വേണ്ടി ജീവിക്കാൻ തുടങ്ങി, അവൻ്റെ പെൺകുട്ടിയുടെ ഇഷ്ടത്തിലായിരുന്നു, ആ പെൺകുട്ടിയുടെ മാരേജ് നടക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ അഗ്രിമെൻറ്റ് മാരേജിന് സൈൻ ചെയ്തത് എന്നൊക്കെ പറയുവാണ് ഗീതു. അതിനുശേഷം വിജയലക്ഷ്മി പറയണ്ടേ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എനിക്കറിയാം എന്ന രീതിയിൽ പറയുവാണ്. അതിന് നീ ഇപ്പോൾ എന്താ ചെയ്യാൻ ഉദ്ദേശിക്കണമെന്ന് ചോദിക്കുമ്പോഴേക്കും എനിക്ക് ഇവിടെ നിന്ന് പഠിക്കണമെന്ന് പറയുമ്പോൾ നീ ഇവിടെ നിന്ന് പഠിച്ചു കഴിഞ്ഞാൽ നിന്നെ ഇത്ര നാൾ സംരക്ഷിച്ച ഗോവിന്ദൻ്റെ ജീവനും ജീവിതവും നീ സംരക്ഷിക്കേണ്ടതല്ലേ, ഇത്ര നാൾ നിന്നെ അവൻ സംരക്ഷിച്ചില്ലേ എന്നൊക്കെ ചോദിക്കുകയാണ്. അതിന് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞതാ ഗോവിന്ദേട്ടൻ്റെ ശത്രുക്കൾ അതെ ആ വീട്ടിലുള്ളവർ തന്നെ, രാധിക അതുപോലെ തന്നെ വരുണും, അതൊക്കെ ഇങ്ങനെ മേഡത്തിന് അറിയാമെന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ വിജയലക്ഷ്മി പറയുന്നുണ്ട് അതൊക്കെ എനിക്കറിയാം, അവരുടെ കയ്യിൽ നിന്ന് ഗോവിന്ദനെ രക്ഷിക്കേണ്ടേ ഒരു എഗ്രിമെൻറ്റ്, അതായത് ഡിവോഴ്സ് പേപ്പറിൽ ഒപ്പിടാതിരുന്നു കഴിഞ്ഞാൽ അവൻ രക്ഷപ്പെടുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ, ഒരേ സമയം നിന്നെയും അവനെ കൊല്ലാനുള്ള തൻ്റെ ഇടമൊക്കെ രാധികാമ്മയ്ക്ക് ഉണ്ട് എന്ന് പറയുകയാണ്. രാധികാമ്മനെ കുറിച്ച് ഇത്ര ഡീറ്റെയിൽ ആയിട്ട് മേഡത്തിന് എങ്ങനെ അറിയാമെന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ എനിക്കറിയാം എന്ന് ഞാൻ പറഞ്ഞില്ലേ എന്നൊക്കെ പറയാം കേട്ടോ. അതിനുശേഷം നമ്മുടെ ഗോവിന്ദാണെന്നുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുവാണ്. മഹേഷ് ചോദിക്കുന്നുണ്ട് നീ എന്തിനാ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തിരുന്നത്, നിന്നെ വിളിച്ച് കിട്ടാത്തതുകൊണ്ട് എല്ലാവരും എന്നെയാണ് വിളിക്കണമെന്ന് പറയുമ്പോൾ എനിക്ക് വയ്യ ഓൺ ചെയ്യാണ്ട്, വീട്ടിൽ നിന്നാണെങ്കിൽ വിളിച്ചുകൊണ്ടേ ഇരിക്കുക, എന്തായി ഗീതു എന്തായും ചോദിച്ചിട്ട് എനിക്ക് മടുത്തെടുത്തൊരു മറുപടി പറയേണ്ടതെന്ന് പറയുമ്പോൾ അത് അവളുടെ ഭർത്താവ് ഇപ്പോഴും നിയമപരമായിട്ട് നീയല്ലേ, അപ്പോൾ അവൾക്ക് ഇതിന് സംഭവിച്ചാൽ നിന്നെ എല്ലാവരും വിളിച്ച് അന്വേഷിക്കുള്ളൂ, അതെന്താ നീ ആലോചിക്കാത്തത്, ഗീതു ഇവിടെ വിട്ടിട്ട് പോകാനാണ് നിൻ്റെ ഉദ്ദേശം, അങ്ങനെ ചെയ്യരുത് ഗോവിന്ദ്, നീ ആ ഫോൺ ഓൺ ചെയ്യും, ചിലപ്പോൾ ഗീതു എങ്ങനെ വിളിച്ചാലോ എന്ന് പറഞ്ഞിട്ട് നിർബന്ധിച്ച് നമ്മുടെ മഹേഷ് ഫോൺ ഓൺ ചെയ്യുക കേട്ടോ. ഓൺ ചെയ്യുമ്പോൾ തന്നെ ഗീതയുടെ മെസ്സേജാണ് വരുന്നത്. ഗീത ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട് നോക്കിക്കേ എന്ന് പറഞ്ഞിട്ട് ഗോവിന്ദനെ കാണിച്ചു കൊടുക്കുകയാണ്. അതിനുശേഷം ആ മെസ്സേജ് നമുക്ക് കാണിച്ചിട്ടൊന്നുമില്ല കേട്ടോ. അതിനുശേഷം രാധികാമ്മ വരുന്നുണ്ട്. ഗോവിന്ദ് നമുക്ക് എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് പോകണം, അവളുണ്ടല്ലോ ആ ഗീതു ഒരു ഭീഷണിയായിട്ടുള്ള മെസ്സേജ് എനിക്ക് അയച്ചു എന്ന് പറയുമ്പോൾ ഗോവിന്ദ് പറയുന്നുണ്ട് അവളത് എനിക്കും അയച്ചു, ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു, ഇപ്പോൾ ഓണാക്കിയപ്പോഴാണ് കണ്ടതെന്ന് പറയുമ്പോൾ എങ്കിൽ നമുക്ക് എത്രയും പെട്ടെന്ന് ഇവിടെ പോകണം, അവളിവിടെ എന്ത് വേണ്ടി ചെയ്തോട്ടെ എന്നിങ്ങനെ പറയുവാണ്. ഞാൻ മഹേഷ് 2 ബാംഗ്ലൂർ ടിക്കറ്റ് ബുക്ക് ചെയ്യണം കേട്ടോ, ബുക്ക് ചെയ്തിട്ടുണ്ട്, ഞങ്ങൾ പോകുക, ഗോവിന്ദൻ്റെ വണ്ടി നാട്ടിലേക്ക് എത്തിക്കാനുള്ള സംവിധാനം ഇതിനും ചെയ്യാവോ എന്ന് മഹേഷിനോട് ചോദിക്കുമ്പോൾ ഗോവിന്ദ് പറയുന്നുണ്ട് അമ്മ ഫ്ലൈറ്റിൽ പോയിക്കോ, ഞാൻ കാറിന് വന്നോളാം. ഗോവിന്ദ് അത് ശരിയാവില്ല, നീയും എൻ്റെ കൂടെ വാന്ന് പറയുമ്പോൾ അമ്മ പോയിക്കോളന്നല്ലേ ഞാൻ പറഞ്ഞത് എന്ന് പറയുമ്പോൾ മഹേഷ് രാധികാമ്മ അടുത്ത് പോകാൻ പറയുകയാണ്. അങ്ങനെ രാധികാമ്മ അവിടെ നിന്ന് ഇറങ്ങി പോവാട്ടോ. ശേഷം ഇറങ്ങി കഴിഞ്ഞിട്ട് രാധികാമ്മ വരുണിനെ വിളിക്കുകയാണ്. സുവർണ്ണ അടുത്ത് പറയടാ എത്രയും പെട്ടെന്ന് ഒരു ആക്സിഡൻറ്റ് കൂടി ഉണ്ടാക്കിയിട്ടാ ഗീതു എന്ന് പറഞ്ഞ അവളെ കൊല്ലാനായിട്ട്, എന്താ ഇപ്പോൾ പറ്റിയെന്ന് വരുൺ ചോദിക്കുമ്പോൾ ഞാൻ നിനക്കൊരു വോയിസ് മെസ്സേജ് അയക്കാം, അത് കേട്ട് നോക്ക് നീ ആദ്യം എന്ന് പറയുകയാണ്. അങ്ങനെ ഗീതുവിൻ്റെ വോയിസ് മെസ്സേജ് വരുണിനെ അയച്ചു കൊടുക്കുകയാണ്. വരുൺ അത് കേൾക്കുന്നുണ്ട്, അത് നമ്മളെ കേൾപ്പിക്കുന്നൊന്നുമില്ല. വരുൺ അതിന് ശേഷം രാധികാമ്മയെ വിളിക്കുകയാണ്. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ അവൾ 2 ഉദ്ദേശിച്ചിട്ടാണ് ഗോവിന്ദേട്ടൻ്റെ സ്വത്തുക്കൾ അവൾ അങ്ങനെ ആർക്കും വിട്ടുകൊടുക്കാൻ തയ്യാറല്ല, എന്തായാലും അവൾ ഇല്ലാതാക്കാനുള്ള എല്ലാ പരിപാടികളും നമുക്ക് ചെയ്യണമെന്നൊക്കെ പറയുവാണ്. ശേഷം നമ്മുടെ രാധികാമ്മ ആലോചിക്കുക കേട്ടോ, ഗീതു അയച്ച വോയിസ് മെസ്സേജ് ഗീതു പറയണതായിട്ട് ആലോചിക്കുകയാണ്. നോക്ക് ഞാൻ ഒരിക്കലും ഡൈവേഴ്സ് പേപ്പറിൽ ഒപ്പിടാൻ പോണില്ല, ഗോവിന്ദ് മാധവൻ്റെ സ്വത്തുക്കൾ ഒരിക്കലും നിങ്ങൾക്കും നിങ്ങളുടെ മകനും കിട്ടാൻ പോണില്ല, ഗോവിന്ദ് മാധവൻ നിങ്ങൾ കൊല്ലാൻ നോക്കണത് സ്വത്തുക്കൾ എൻ്റെ പേരിലാവുമെന്ന് അറിഞ്ഞിട്ടല്ലേ, ആദ്യം നിങ്ങൾ എന്നെ കൊല്ലാൻ നോക്ക് അങ്ങനെയൊക്കെ പറഞ്ഞ് അതാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ മെസ്സേജ് അയച്ചിരിക്കണത്. അപ്പോൾ നമ്മുടെ രാധികാമ്മ പറയാണ് കൊല്ലൂടി നിന്നെ കൊല്ലും എന്നൊക്കെ പറഞ്ഞിട്ട് തിരിച്ചയച്ചതിന് ശേഷം നമ്മുടെ രാധികാമ്മ വരുണിനെ വിളിക്കുകയാണ്. എടാ എത്രയും പെട്ടെന്ന് നീ അവളെ കൊല്ലാനുള്ള എല്ലാ ഏർപ്പാടും ചെയ്യണം എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. ശരിയാമ്മ ഞാൻ എന്താ വെച്ചാൽ നോക്കിക്കോളാം എന്നൊക്കെ പറയുന്നുണ്ട്. ശേഷം ഫോൺ വെക്കുന്നുണ്ട്. ഫോൺ വെച്ച് കഴിയുമ്പോഴേക്കും നമ്മുടെ വിജയലക്ഷ്മി ആണെന്നുണ്ടെങ്കിൽ
ഗീതയോട് ചോദിക്കുന്നുണ്ട്, ഈ വോയിസ് മെസ്സേജ് നീ രാധികാമ്മക്ക് അയച്ചല്ലേ എന്ന് ചോദിക്കുമ്പോൾ, രാധികാമ്മക്ക് മാത്രമല്ല ഞാൻ ഒരുപാട് പേർക്ക് അയച്ചു എന്ന് പറഞ്ഞു, പ്രമുഖരായ ഒരുപാട് പേർക്ക് അയച്ചു. നാളൊരു സമയത്ത് ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ഈ മെസ്സേജ് ആണ് ആ തെളിവ്, എന്നെ കൊന്നത് രാധികാമ്മയാണെന്നുള്ള തെളിവെന്ന് പറയുമ്പോൾ, ഓഹോ ഗോവിന്ദിന് വേണ്ടി ചാവേറാവാൻ പോവാണോ നീ എന്ന് പറയുമ്പോൾ, എൻ്റെ ഈ ജീവിതം കൊണ്ട് ആരെങ്കിലൊക്കെ ഒന്ന് രക്ഷപ്പെടുമെന്നുണ്ടെങ്കിൽ രക്ഷപ്പെട്ടോട്ടെ എന്ന് ഗീതു പറയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നീ ചാവേറാവേല വേണ്ടത്, അവൻ്റെ കൂടെ നിൽക്കണം, നിനക്കെന്താ അവന് ഇഷ്ടമല്ലേ എന്ന് ചോദിക്കുമ്പോൾ, നിനക്ക് അവനായിട്ട് മരിക്കാൻ വേണ്ടി തയ്യാറാണ്, അപ്പോൾ അവനോട് വേണ്ടി ജീവിച്ചൂടെ ഗീതു എന്ന് ചോദിക്കുമ്പോൾ, ഗീതു ഒരു സെക്കൻഡ് ആലോചിച്ചിരിക്കുക കേട്ടോ. ഗീതുക്ക് താല്പര്യമുണ്ട് ജീവിക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴേക്കും വിജയലക്ഷ്മി പറയണ്ട, അതേ മോളെ നീ ചാവരുത്, ഗോവിന്ദിന് വേണ്ടി ജീവിക്കണം, ഗോവിന്ദിൻ്റെ കൂടെ നീ ഉണ്ടാവണം, നീ ഗോവിന്ദിൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഒരിക്കലും രാധികാമ്മക്ക് അവനൊന്നും ചെയ്യാൻ പറ്റില്ല, എനിക്ക് ഉറപ്പുണ്ടത് എന്ന് പറയുവാണ്. നീ പോകണം നാട്ടിലേക്ക്, അതിനുശേഷം IAS എന്ന സംഭവം നീ പൂർത്തിയാക്കണം എന്നൊക്കെ പറയുകയാണ്. ഇങ്ങനെയൊക്കെ വിജയലക്ഷ്മി പറയുമ്പോഴേക്കും പെട്ടെന്ന് തന്നെ ഗീതു വിജയലക്ഷ്മിയുടെ ചോദിക്കുന്നുണ്ട്, ഗോവിന്ദ് സാറിൻ്റെ കാര്യത്തിൽ ഇത്രമാത്രം ഇൻട്രസ്റ്റ് എടുക്കാനായിട്ട് വിജയലക്ഷ്മി മാഡം ഗോവിന്ദ് സാറിൻ്റെ ആരാ? എനിക്കൊരു കാര്യം ഉറപ്പുണ്ട്, ഒന്നില്ലെങ്കിൽ ഗോവിന്ദ് സാറിൻ്റെ അല്ലെങ്കിൽ രാധികാമ്മ ഇവരാരുമായിട്ട് വിജയലക്ഷ്മി മാഡത്തിന് നല്ല ബന്ധമുണ്ട് എന്ന് പറയുമ്പോൾ വിജയലക്ഷ്മി പറയുന്നുണ്ട്, നീ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ഒരു പെൺകുട്ടിയല്ലേ, നീ കണ്ടുപിടിക്കുക ഞാൻ ആരാണ്, അവരുടെ ആരാണെന്നുള്ളത് നീ കണ്ടുപിടിക്കണമെന്ന് പറയുമ്പോൾ നമ്മുടെ ഗീതു പറയുന്നു, ഞാൻ കണ്ടുപിടിക്കും, ഉറപ്പായിട്ടും ഞാൻ കണ്ടുപിടിച്ചിരിക്കും എന്ന് ഗീതു പറയാനടുത്താണ് എപ്പിസോഡ് തീരുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.